പൊന്നു ആങ്കറിനെ കിട്ടി. റാഷിദ് വീട്ടിൽ റാഷിദ് പെരുന്നാളായിട്ട് വീട്ടിൽ പോയിട്ടുണ്ട്. ശാലിദാസ് എന്തിനോ വേണ്ടി വീട്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങള് ഒന്നും നോക്കില്ല, താഴേന്ന് പുതിയ ആങ്കറിനെ ഇറക്കി. അപ്പൊ ഗൈസ് ഇന്നത്തെ ചലഞ്ച് ടെൽ മീ വൈ അല്ലേ? അല്ലേ? അതെ, ടെൽ മീ വൈ ചലഞ്ച് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പൊ ടെൽ മീ വൈ എന്ന് വെച്ചാൽ നമ്മളുടെ ക്രൂ ഡോം ചേട്ടൻ നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അതിൽ നമ്മള് ആൻസർ പറഞ്ഞ തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അവരെ ചിരിപ്പിക്കണം. ഇവിടെ ഇരിക്കണ സംഭവം എന്ന് പറയുകയാണെങ്കിൽ ടെൽ മീ വൈ എന്ന് പറഞ്ഞ ഈ ഒരു ചലഞ്ച് നമുക്ക് ലോജിക്കില്ലാത്ത എന്ത് ആൻസർ വേണേലും പറയാം. പക്ഷെ ഈ ഒരു ഗെയിമിൽ നമുക്ക് പോയിന്റ് കിട്ടുന്നത് നിങ്ങൾ നമ്മുടെ ആൻസറിന് ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നനുസരിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന ഒരു ആൻസർ നിങ്ങൾക്ക് ചിരി വന്നാൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഒരാൾക്ക് എത്ര പോയിന്റ് കിട്ടി, എത്ര പോയിന്റിന് നിങ്ങൾ ചിരിക്കാത്ത ആൾക്കാർക്ക് ഒന്നുമില്ല. അപ്പൊ എന്തായാലും അതിനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റോജി നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏലിയൻസ് ഭൂമിയിൽ ആദ്യം വന്നാൽ ആദ്യമായി കംപ്ലൈന്റ് ചെയ്യുന്നത് എന്ത് കണ്ടിട്ടായിരിക്കും? ആമീനെ കണ്ടിട്ടായിരിക്കും, എന്റെ സ്വഭാവം കണ്ടിട്ടായിരിക്കും. നീ കളിയാക്കി ആമീസ് പറ. അവർ പറയും നിങ്ങൾ മനുഷ്യനല്ലെന്ന്. ഇതിന് ആമീസിന് കമന്റ് സെക്ഷനിൽ 100 മാർക്ക് കിട്ടും. 100 ചിരി കിട്ടും. സോ ഏലിയൻസിന്റെ അപ്പുറത്തെ സാഹചര്യം വെച്ചിരിക്കും കൈസ്. കാരണം ഏലിയൻസിന് ഇവിടെ വന്ന് എന്തെങ്കിലും സൗകര്യങ്ങളില്ലെങ്കിൽ ചിലപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ആ ഏലിയൻ എന്ത് തോന്നുന്നു അത് കംപ്ലൈന്റ് ചെയ്യുമായിരിക്കും. ആദ്യമായി ഡേറ്റ് ചെയ്യാൻ പോയി, പക്ഷേ അവൻ പറയാൻ പാടില്ലാത്തത് എന്തോ പറഞ്ഞു. എന്തായി? അവനാ ഞാൻ വേണൊരു പാട്ട് പാടാം. കിസ് മീ ക്ലോസ് യുവർ ഐസ്. ബാക്കി പാടുന്നില്ല. ഡ്രസ്സിന്റെ കളർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ? അതെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അവർ റിജക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നൈസ് ആൻസർ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഫ്ലൈറ്റിന്റെ മിഡിൽ ഭാഗത്തെ സീറ്റ്സ് ബെറ്റർ? അധികം ഗട്ടർ അറിയത്തില്ല ആൾക്കാർ. അല്ല, നടുവല്ലല്ലോ ഏറ്റവും നല്ല സൈഡിലത്തെ അല്ലേ? അതെ അതെ, സൈഡ് സീറ്റ് കിട്ടാത്തോണ്ട് നടു സീറ്റ് അതെ അതെ നടു സീറ്റ് പൈസ കുറവായതുകൊണ്ടാണ്. അതെ അതെ അതെ. ഒരു ബാക്കിലാണെങ്കിൽ നല്ല രീതിയിൽ കട്ടർ അറിയാം. ഉത്തരം ഉണ്ടോ? എടി ബാക്ക് ടയറിലാണെങ്കിലും ഫ്രണ്ട് ടയറിലാണെങ്കിൽ നല്ല രീതിയിൽ കട്ടർ അറിയും. നടുക്കാണെങ്കിൽ കട്ടർ അറിയൂല. അറിയോ? എന്തുകൊണ്ട് കോൺ ഐസ്ക്രീം മുതിർന്നവർ കഴിക്കാൻ മടിക്കുന്നത്? പല്ലുണ്ടാവില്ലല്ലോ കഴിക്കാൻ. അതെ, പല്ല് വേണം. പല്ലില്ലാതെ എങ്ങനെ കഴിക്കണേ കോൺ? ഗുഡ് ആൻസർ. ഉത്തരവൊന്നുമില്ല. ഇത് നല്ലൊരു ഇതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല. പടക്കക്കട ഏത് ജില്ലയിൽ തുടങ്ങുന്നതാണ് ലാഭം? പാലക്കാട്. അതെന്താ? അതിപ്പോ ചൂട് കൂടി പൊട്ടിത്തേക്കല്ലേ? കൊല്ലം. നല്ലതല്ലേ? കൊല്ലത്തൊരു പടക്കക്കെട്ടിടുന്ന് പറഞ്ഞ എന്താ പ്രശ്നം? തുടങ്ങട്ടെ. ആലപ്പുഴ ആയിരിക്കില്ല. ആലപ്പുഴ ആവശ്യത്തിലധികം റോക്കറ്റ്സ് ഉണ്ട് ഇതിനെപ്പോലെ. അവിടെ തുടങ്ങിയ പിന്നെ നഷ്ടക്കച്ചവടമായിരിക്കും. പിന്നെ ഇനി താഴെ വേണ്ട, അതിനകത്ത് കിട്ടിയത് മിണ്ടായി. ഞാൻ ഇടുക്കിന് വേണ്ടി തുടങ്ങിക്കോ. ഇപ്പൊ ഉള്ളവറിന് ഇവിടെ വന്നിരിക്കല്ലേ? കുഴപ്പമില്ല, മിണ്ടായതാ. എന്തുകൊണ്ടാണ് പണ്ട് രാജാക്കന്മാർ കുതിര പുറത്ത് സഞ്ചരിച്ചത്? അന്ന് വണ്ടിയില്ലാത്തോണ്ട്, അന്ന് കാറില്ലാത്തോണ്ടെന്ന് പറഞ്ഞു. അന്ന് പെട്രോൾ ഡീസൽ ഇല്ലായിരുന്നു. അല്ല, കുതിരപ്പുറത്ത് സഞ്ചരിച്ചത് എന്തുകൊണ്ടെന്നാണ്? അന്ന് പെട്രോൾ ഡീസൽ ഇല്ല, പിന്നെ വണ്ടി ഓടിക്കാൻ വണ്ടി കൊണ്ടെന്ന് പറഞ്ഞൂടെ? ടൈം ട്രാവൽ നടക്കുമെങ്കിൽ ആൾക്കാർ എന്ത് മണ്ടത്തരമായിരിക്കും ചെയ്യുന്നത്? ആദ്യം വീണ്ടും ബാക്കിലേക്ക് പോകും. മണ്ടത്തരല്ലേ? പിന്നെ ഇത്ര ആള് വീണ്ടും ജീവിക്കണ്ടേ ജീവിതം? ഇത്ര കഷ്ടപ്പാടാ. ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ അത് വലിയ മണ്ടത്തരാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതേ ടൈം ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിക്കാനുള്ളല്ല. പിന്നെ ടൈം ട്രാവൽ നിങ്ങളോട് പറഞ്ഞു അവരുടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട് കൂടുതൽ കൊതുകുകൾ ഇരുട്ട് സ്ഥലത്ത് കാണപ്പെടുന്നു? അവിടെ ആവുമ്പോ പിന്നെ ആരും തല്ലിക്കൊല്ലാൻ ഇല്ലല്ലോ. അതാ, ഇരുട്ടത്ത് കാണാൻ പറ്റത്തില്ലാത്തോണ്ടായിരിക്കും. പിന്നെ ഇരുട്ടത്ത് കാണുന്നുണ്ട്. ഞാൻ കാണും ഒച്ച. അതെനിക്കറിയാം, അത് ഇരുട്ടത്ത് ഇങ്ങനെ. എന്തുകൊണ്ട് വീട്ടിൽ വിശക്കുമ്പോൾ മാത്രം സ്നാക്സ് കാണില്ല? കാരണം ഇവിടെ ഇല്ല ചേട്ടാ. പൈസ ഇല്ലാത്തോണ്ട്. കാരണം ഇവിടുത്തെ കള്ളം
കള്ളന്മാര് മൊത്തം എടുക്കുമോ? എന്നാ കൊണ്ട ഏത് കള്ളന്മാര്? ഈ കള്ളന്മാര്. കാരണം സ്നാക്സ് വരുന്നതിന് പിന്നെ നമ്മൾ തീർക്കും. എന്തുകൊണ്ട് മീനുകൾ കണ്ണടക്കാത്തത്? കാരണം ഇതിന് കണ്ണടയ്ക്കാൻ വെള്ളം കയറിക്കൊണ്ടു. കണ്ണടയ്ക്ക് വെള്ളം കയറുന്നതാ? ഇല്ല, കാരണം വെള്ളം കയറാൻ കണ്ണടയ്ക്കാമോ വെള്ളം ഇല്ലാൻ കൂടി ഇവിടെ ഇന്നിട്ട് ഇങ്ങനെയാവും കണ്ണ്. ഇങ്ങനെയാവും? അവള് പറഞ്ഞൊരു പോയിന്റാ. എന്ത്? കണ്ണില് വെള്ളം ഇരിക്കുമല്ലോ, പിന്നെ എങ്ങനെ അടയ്ക്കും? അത് പേടിച്ചിട്ടാവും. അതെ പേടിയുണ്ടാവും. അതെ അതെ അതെ. അത് ശരിയാണല്ലോ, വേറെ മീനുകൾ തിന്നുന്നുള്ള പേടി ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് തിയേറ്ററിൽ നിന്ന് കഴിക്കുന്ന പോപ്കോൺ വീട്ടിലിരുന്ന് കഴിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തീരുന്നു? കാരണം സിനിമ കാരണം ഇരുട്ടായതുകൊണ്ട് എല്ലാ തെണ്ടികളും കഴിയിട്ട് വലുതായിട്ട് വരി തിന്നു. ഞാൻ പറയാ, ഞാനൊരു പോപ്കോൺ എടുത്തറിയില്ല, 5 കൈ ഇങ്ങനെ വന്നിട്ട് ബ്ലം 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 തീർന്ന്. ഞാൻ പറയാം. കാരണം നമ്മള് സിനിമ കാണാൻ പോയി 2 കൈയും ഫുള്ളെടുത്തിട്ട് പോലെ. അതെ അതെ. എന്തുകൊണ്ട് ചിപ്സിന്റെ പാക്ക് പകുതിയും എയർ ആയിട്ടും വില കൂടുതൽ? എയറിന്റെ വലിയ ബാക്കി. ഇപ്പൊ ഓക്സിജനൊക്കെ ഭയങ്കര വിലയാണല്ലോ. ഓക്സിജനും കൂടെ കൂട്ടിയിട്ടുള്ള വിലയായിരിക്കും. അട്ട ഹസിക്കുന്നു എല്ലാരും. അവിടുന്ന് മറ്റേ ഇപ്പൊ കമന്റ് ബോക്സിൽ തുപ്പലും ചീറ്റിലൊക്കെ. നിനക്ക് എന്തായിരുന്നു ഞാൻ പറയുന്ന ഡയലോഗ്സ് തിരിച്ചു പറയാൻ അറിയാത്തുള്ളൂ. എനിക്ക് വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഇറക്കുക. ഓ പിന്നെ ഇയാൾ ഇന്നലെ അടിച്ച് പത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ. ആണോ? കാരണം നമ്മൾ എയറും കൂടെ കഴിക്കുമ്പോ നീ ആദ്യമേ ഇങ്ങനെ ഓട്ടോ ഏറാണ് ആദ്യം കഴിക്കുന്നത്. അതെ അല്ല, അപ്പൊ എല്ലാത്തിന്റെ അങ്ങനെ തന്നെയാണ്. അതെ, നമ്മളെപ്പോഴും ഫോൺ സ്ക്രീൻഷോട്ട് എടുക്കും, പക്ഷെ പിന്നെ അത് നോക്കാറ് പോലില്ല. നിനക്ക് അറിയത്തില്ലല്ലോ, സ്ക്രീൻഷോട്ട് ഒക്കെ അറിയില്ലല്ലോ. അപ്പൊ എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ ചിലപ്പോ നോക്കിന്നിരിക്കും, ചിലപ്പോ നോക്കാതെ ഇരിക്കും, ചിലപ്പോ ഞാൻ ആർക്കും അയച്ചു കൊടുക്കുന്നിരിക്കും. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ അത് സ്ക്രീൻഷോട്ട് 2-3 എടുത്തിട്ട് ഡിലീറ്റ് വെക്കും. എന്തുകൊണ്ട് കിളിയോ വെളുപ്പിനെ എഴുന്നേറ്റ് കാറുന്നത്? കാരണം അവർക്ക് വെളുപ്പ് ഇഷ്ടമല്ലാത്തായിരുന്നു. രാവിലെ തണുപ്പല്ലേ, തണുത്തിട്ടായിരിക്കും. പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും. കിളികളോ? എന്ത് കിളികൾക്ക് പ്രഭാതത്തിൽ അതെ, കാരണല്ല മുക്കൊന്നായിരിക്കും. അപ്പൊ അതായിരിക്കും നിങ്ങൾ കേട്ടത്. ചട്ടി വാങ്ങാൻ കടയിൽ പോയപ്പോൾ ആ കടയിലെ ചേട്ടൻ ചട്ടി കറക്റ്റ് സൈസ് എടുത്തു തന്നു. അതെങ്ങനെ? നേരത്തെ ചന്തി വല്ലതും കണ്ടു കാണും. ആള് മറ്റേതാ. നേരത്തെ എന്തുകൊണ്ട് ഭൂരിഭാഗം എഡിറ്റേഴ്സ് രാത്രി കാലത്ത് എഡിറ്റ് ചെയ്യുന്നത്? ഭൂരിഭാഗം എഡിറ്റ് ചെയ്യുന്നത് രാത്രി കാലത്ത് എഡിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട്? PC ഉണ്ട് അതേ ഫോണും ഉണ്ട്. കമന്റ് സെക്ഷൻ ഈ ഇതിന്റെ കമന്റ് സെക്ഷൻ ഓഫ് ആക്കി കിട്ടോ. സൂപ്പർ സൂപ്പർ. ഇനി ഇവിടെ കണ്ണടച്ച് ഉറങ്ങിക്കോ. എന്തുകൊണ്ട് ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്? ഐസക് ന്യൂട്ടന്റെ തല ആപ്പിൾ വീണുണ്ട്. പിന്നെ ബുദ്ധിയുണ്ട്. ബുദ്ധിയില്ലാത്തവർ കണ്ടുപിടിക്കാൻ പറ്റും ഗ്രാവിറ്റി. ഐസക്കിനോണ്ട് ബുദ്ധി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ടുപിടിച്ച്. എന്തുകൊണ്ട് യൂട്യൂബേഴ്സിനെ യൂട്യൂബേഴ്സ് എന്ന് വിളിക്കുകയും ഇൻസ്റ്റാഗ്രാമേഴ്സ് എന്ന് വിളിക്കാത്തത്? കാരണം അവർക്ക് ഇൻസ്റ്റാഗ്രാം ഇഷ്ടമല്ലായിരിക്കും. ഏറ്റവും എങ്ങനെ കയറി കൈവറി ഞാൻ കട എടുക്കും, എനിക്ക് സൗകര്യം ഇല്ല അങ്ങനെ പറയാൻ. അതുകൊണ്ട് എന്തുകൊണ്ടാ വിളിക്കാത്തത്? വാഗോണ്ടാ വിളിക്കാത്തത്? കാരണം പിന്നെ ഇയാള് കൊണ്ട് വിളിക്കും. യൂട്യൂബേഴ്സിന് വാഗോണ്ടല്ലേ വിളിക്കുകയും വിളിക്കാതിരിക്കുകയും ചെയ്യുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെ വിളിക്കാൻ പറ്റും? വിളിക്കാതിരുന്ന് വാഗോണ്ടാ വിളിക്കാതിരുന്നെന്ന്. വാഗോണ്ട് വിളിച്ചില്ല. അവിടെ വിളിച്ചില്ല, അത്ര തന്നെ. ഇയാളെ കൊണ്ടൊരു കേസ് കൊടുക്കില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അവിടെ നോക്കാം. ആ ഗ്രാമത്തിന് ഇൻസ്റ്റ ഇല്ലാത്തോണ്ടാന്ന്. ഏത് ഗ്രാമത്തിൽ? ഇൻസ്റ്റാഗ്രാം. അതൊക്കെ ആൻസർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മിക്കവാറും ചവിട്ടി പിടിച്ച് ഞാൻ പോകുന്നില്ല. ഇതുപോലെ ഈ എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെ ആൻസർ ഉണ്ടായിരുന്ന ഉണ്ടല്ലേ?
കാര്യം പറയട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാനേ പറ്റത്തുള്ളൂ. എന്തുവല്ലോ പറയാനുള്ളൂ. ഗൈസ് നിങ്ങൾക്ക് ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇത് ഞാൻ ക്യാമറ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങളോട് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ എന്റെ ക്രൂജിയോട് പറയുന്നത് കേട്ടല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.